ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 100ന്റെ താഴെയുള്ള ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത്. അതായത് 100ന്റെ താഴെ എന്ന് വെച്ചാൽ ഏതൊരു 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഥവാ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. ആൻഡ് ഈ ട്രിക്കിൻ്റെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ഡിജിറ്റ് തന്നെ ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടി വലിയ 2 ഡിജിറ്റ് ആയിട്ടുള്ള 96, 98 വരുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി ലെങ്തിയാണ്, ആ പ്രോസസ്സ് കുറച്ചും കൂടി ലെങ്തിയാണ്. അത് കുറച്ചും കൂടി മീൻസ് ആ പ്രോസസ്സ്, ആ ലെങ്തി പ്രോസസ്സ് കുറച്ചിട്ട് എത്രയും പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നുള്ളതാണ് ഇതിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആൻഡ് ഈ സ്ക്വയർ ഓഫ് എനി 2 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാനാവും. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ ബേസിക്കാണ് അറിഞ്ഞുകൊണ്ടെങ്കിൽ ജസ്റ്റ് പഠിക്കണം, കാരണം ഇത് പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. അപ്പോൾ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ അറിയെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഏത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആൻഡ് ഫസ്റ്റ് നമ്പർ ലെറ്റ് ഇറ്റ് ബി 34 എടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ 34. ഈ 34ൻ്റെ സ്ക്വയർ അഥവാ 34ൻ്റെ സ്ക്വയർ എങ്ങനെ ഈ ട്രിക്ക് വെച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 34 എന്ന് പറയുമ്പോൾ 3, 4 ജസ്റ്റ് അതൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. 3, 4 എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് മനസ്സിലേക്ക് മാറ്റിയേക്കുക. ഈ 4ൻ്റെ സ്ക്വയർ എന്താ? 16ആണ്. 3ൻ്റെ സ്ക്വയർ എന്താ? 9ആണ്. അത് 9 നീതുന്നതിന് വരെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് 0.9 നീതാ. അതായത് 3ൻ്റെ സ്ക്വയർ 9ആണ്. 9 എന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് 0.9 നീതാ. ഇത്രയേ ഉള്ളൂ. അതായത് ആ രണ്ട് നമ്പർ ജസ്റ്റ് ഒന്ന് ആദ്യം 34 3, 4 എന്നാക്കുക. 4ൻ്റെ സ്ക്വയർ അതിൻ്റെ നേരെ താഴെ 16 ആയിട്ട് എഴുതുക. 3ൻ്റെ സ്ക്വയർ 9ആണ്. 9 നീതുന്നതിന് പകരം 0.9. അതെന്തിനാണെന്ന് വെച്ചാൽ 3ൻ്റെ സ്ക്വയറും 1 ഡിജിറ്റാണ്. അതായത് 9, 3ൻ്റെ സ്ക്വയർ 9ആണ്. ആ 9ഉം 1 ഡിജിറ്റാണ്. നമ്മൾ ഏതുമൊക്കെ 2 ഡിജിറ്റിൻ്റെ ഫോമിലേക്ക് എഴുതേണ്ടിയിട്ടാണ് 0 എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അപ്പോൾ 34 സ്ക്വയർ ഇങ്ങനെ, ഐ മീൻ 3ൻ്റെ സ്ക്വയർ ഇങ്ങനെ എഴുതി, 4ൻ്റെ സ്ക്വയർ ഇങ്ങനെ എഴുതി. ഇനി 34 3, 4. അപ്പോൾ ഈ രണ്ട്, അതായത് 3 × 4, അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 × 2, അതായത് അവരുടെ ഡബിൾ. ആ രണ്ട് നമ്പേഴ്സ് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ 3ഉം 4ഉം ആണ്. ആ രണ്ട് നമ്പർ എടുക്കുക. 3 × 4 ചെയ്യുക. ആ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. × 2 ചെയ്യുക. അതായത് ഒരു ഡബിൾ ചെയ്യുക ആ കിട്ടുന്ന നമ്പർ. ഇവിടെ ഇപ്പോൾ 3, 4 12ആണ്. 12ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 24 വരും. ആ 24 എഴുതുന്നതെന്ന് വെച്ചാൽ ഈ 6ൻ്റെ നേരെ താഴെ എഴുതാണ്ട് ഈ സെക്കൻഡ് റോയിലാണ് എഴുതുക. 6ൻ്റെ തൊട്ട് താഴെ ഇതിന് വരെ തൊട്ട് ഒരു നമ്പർ ഇപ്പം, അതായത് ഈ 1ൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതുക. അവിടുന്ന് ലെഫ്റ്റിലേക്ക് 1ൻ്റെ എടുക്കുന്ന ലെഫ്റ്റിലേക്ക് എഴുതുക. ഇതിപ്പോൾ ഇപ്പോൾ 24 കിട്ടിയത്. 3, 4 12, 12ൻ്റെ ഡബിൾ 24 തൊട്ട് ആ 1ൻ്റെ അടിയിലായിട്ട് എഴുതുക. എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 + 0 6 വരും. 1 + 4 5 വരും. 9 + 2 11 വരും. ഇപ്പോൾ 34ൻ്റെ സ്ക്വയർ കിട്ടി. 34 സ്ക്വയർ = 1156 കിട്ടി. ഇത്ര എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുന്നവർ തോന്നും, പക്ഷേ വൺസ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ് ഭയങ്കര എളുപ്പമായിട്ട് വിത്തിൻ 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് എഴുതാനാവും. അത്രയ്ക്ക് സ്പീഡിൽ എഴുതാനാവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം. ലെറ്റ് ഇറ്റ് ബി 47 എടുക്കാം. അടുത്ത നമ്പർ 47. ഇതേപോലെ തന്നെ 7ൻ്റെ സ്ക്വയർ എന്താ? 49. അത് എഴുതുക. 4ൻ്റെ സ്ക്വയർ എന്താ? 16. അപ്പോൾ 16 എഴുതുക. 16 എഴുതി. ഇനി 47 ആണ്. അപ്പോൾ 4 × 7 ആ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവരെ ഡബിൾ എടുക്കുക. × 2. ആ രണ്ട് നമ്പർ ഏതാണോ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവരെ ഡബിൾ എടുക്കുക. അത് ഇവിടെ 4 × 7 × 2. അതായത് 4 × 7 എന്ന് പറയുമ്പോൾ 28 ആണ്. 28ൻ്റെ ഡബിൾ, അതായത് 56. ആ 56 ആഡ് ചെയ്യണം. 56 ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു നമ്പർ 9ൻ്റെ താഴെ എഴുതുന്നതിന് പകരം ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ഇടാം, ഇവിടെ 0 ഇടാം. 9 + 0 9, 4 + 6 10, 0 1 മുകളിലേക്ക് പോകും. 6 + 1 7, 7 + 1 5, 7 + 5 12, 12ഉം കഴിഞ്ഞ് 1 മുകളിലേക്ക് പോകും. അഗെയിൻ 2 വരും, 2. അപ്പോൾ 47ൻ്റെ സ്ക്വയർ എന്താണെന്ന്? 47 സ്ക്വയർ = 2209. ഇത്ര എളുപ്പത്തിൽ കിട്ടും. അതാണ്. സോ അടുത്ത നമ്പറിലേക്ക് പോവാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ സ്പ്ലിറ്റ് ചെയ്യുക, ഓരോന്നിൻ്റെ സ്ക്വയർ ചെയ്താൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡബിൾ എടുക്കുക, അത് അടിയിൽ എഴുതുക, ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ആൻഡ് കുറച്ചും കൂടി വലിയ നമ്പറിലേക്ക് പോകുക. 72 എടുക്കുക. 72ൻ്റെ സ്ക്വയർ ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. 2ൻ്റെ സ്ക്വയർ ഞാൻ പറഞ്ഞു 4 ആണ്. പക്ഷെ അത് 4 അതാ പറയാം. 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ, അതായത് 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ
ഈ മൂന്ന് ആൾക്കാർക്കേ പ്രശ്നമുള്ളൂ. കാരണം 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്. ഇവരുടെ സ്ക്വയേഴ്സും 1 ഡിജിറ്റ് തന്നെയാണ്. അങ്ങനെ വരുന്ന കേസിൽ 1 എഴുതുന്നതിന് പകരം 0 1 എഴുതുക, 4 എഴുതുന്നതിന് പകരം 0 4 എഴുതുക, 9 എഴുതുന്നതിന് പകരം 0 9 എഴുതുക. ഇവിടെ ഇപ്പോൾ 2 സ്ക്വയർ ആണ്, അപ്പോൾ 4 എഴുതുന്നതിന് പകരം 0 4 എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 സ്ക്വയർ 4 ആണ്, 4 പകരം 0 4 എഴുതുക. അഗെയിൻ 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആണ്. ഇനി ഇവിടുത്തെ നമ്പേഴ്സ് ആരല്ല 7ഉം 2 ആണ്. അപ്പോൾ 7 × 2 × 2, അതായത് 7 to 2 ആണ് നമ്പർ. 72 ആയതുകൊണ്ട് 7 × 2 എന്നിട്ട് അവരുടെ ഡബിൾ. ഓക്കെ, അപ്പോൾ 7 2s are 14, 14 ഡബിൾ 28. അപ്പോൾ ജസ്റ്റ് 28 ആഡ് ചെയ്യാം. 28 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ഇടാം, ഇവിടെ 0 ഇടാം. 4 + 0 0, 8 + 0 8, സോറി 4 + 0 4, 8 + 0 8, and 9 + 2 11. 1 ഇവിടെ വന്നു, 1 ഇവിടെ വന്നു, and 1 + 4 5. അപ്പോൾ 72 സ്ക്വയർ ഈക്വൽ ടു 5184 എന്ന് കിട്ടി. ഓക്കെ, ഇത്ര എളുപ്പത്തിൽ കിട്ടും. ഇസ് ദാറ്റ് മച്ച് ഈസി. സോ ലെറ്റ്സ് കുറച്ചും കൂടി വലിയ നമ്പറിലേക്ക് പോവാം. ലെറ്റ്സ് ടേക്ക് 88 എടുക്കാം. 88 മെത്തേഡിൽ ചെയ്ത് നോക്കാം. 88 എന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ 64 ആണ്. എഗെയിൻ അടുത്ത 8ൻ്റെ സ്ക്വയറും 64 ആണ്. ആൻഡ് ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് 8 ആണ്, അടുത്തത് 8 ആണ്. അപ്പോൾ 8 × 8 × 2, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് അവരുടെ ഡബിൾ എടുത്തു. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 88 എഗെയിൻ 64 ആണ്. 64ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 64 ആണ്. 64ൻ്റെ ഡബിൾ ഇറ്റ്സ് 128. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എഴുതുമ്പോൾ ഈ 4ൻ്റെ അടിയിൽ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വേണം എഴുതുക. അത് 3 ഡിജിറ്റ് ആണെങ്കിലും എത്രയാണെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് എഴുതുക. അപ്പോൾ 128 ആയാലും 128, ആ 4ൻ്റെ അടിയിൽ സ്പേസ് ഇട്ടിരുന്നു. ജസ്റ്റ് ഇനി ആഡ് ചെയ്യാം, തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 0 വരുമ്പോൾ 4 + 0 4 വരും, 6 + 8 14 വരും, 1 മോളിൽ പോവും. 4 + 1 6, 4 + 1 5, 5 + 2 7, 6 + 1 again 7. അപ്പോൾ 88ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 7744 എന്ന് കിട്ടി. ഇത്ര എളുപ്പമാണ്. ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ലെറ്റ്സ് ടേക്ക് 98 എടുക്കാം. 98 എടുക്കാം. അഗെയിൻ 8ൻ്റെ സ്ക്വയർ ആയാണ് 64, 9ൻ്റെ സ്ക്വയർ 81. ഇത്ര എളുപ്പമാണ്. 8ൻ്റെ സ്ക്വയർ ചെയ്താൽ 9ൻ്റെ സ്ക്വയർ ചെയ്താൽ. ഇനി ഇവിടുത്തെ നമ്പേഴ്സ് ആരല്ല 9 and 8. അപ്പോൾ 9 × 8 × 2. അപ്പോൾ 9 × 8 എന്ന് പറഞ്ഞാൽ 72 ആണ്. 72 × 2 which is equal to 144 ആണ് വരിക. സോ ആ 144 ഇവിടെ ചെയ്ത് 144 ജസ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ 0 ഇട്ടിട്ട് 4 + 0 4, 6 + 4 10, 0 1 മുകളിലേക്ക് പോകും. 2 + 4 again 6, 8 + 1 9. അപ്പോൾ 98ൻ്റെ സ്ക്വയർ എന്ന് കിട്ടി. 98 സ്ക്വയർ ഈക്വൽ ടു 9604. അതായത് ഇത്രയ്ക്ക് എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് നോർമലി 98 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 98ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 98 × 98 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 8 വെച്ചിട്ട് ഇവർ രണ്ടാളും ചെയ്യണം, ദെൻ അഗെയിൻ 9 വെച്ചിട്ട് ഇവർ രണ്ടാളും ചെയ്യണം, ദെൻ അവരെ ആഡ് ചെയ്യണം. അതിന് പകരം ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയ്ക്കും ടൈം എടുത്തേ. ബേസിക്കലി നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് 9ൻ്റെ സ്ക്വയർ താഴെ, 8ൻ്റെ സ്ക്വയർ താഴെ, ജസ്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡബിൾ എടുക്കുക, ജസ്റ്റ് താഴെ ജസ്റ്റ് ആഡ് ചെയ്യുക. പെട്ടെന്ന് കഴിയും. ഇത്ര ടൈമൊന്നും വേണ്ട. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര എടുത്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദി വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക് യു.